അനിയത്തിപ്രാവ് എന്ന സിനിമയൊക്കെ ചെയ്ത് നമ്മുടെ ഫാസിൽ സാറ് ഹിറ്റായി നിൽക്കുന്ന ഒരു സമയം. കയ്യെത്തും ദൂരത്ത് കുറച്ച് പുതുമുഖങ്ങളെയൊക്കെ അണിനിരത്തി അതിൽ അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു, ഷാനു. എന്നാൽ ആ പടം അത്ര വലിയ ഹിറ്റായില്ല എന്ന് മാത്രമല്ല, ഈ ഷാനുവിൻ്റെ അഭിനയത്തെപ്പറ്റി പല വിമർശനങ്ങളും ആ സമയത്ത് ഉയർന്നിരുന്നു. അഭിനയിക്കാൻ അറിയില്ല, അച്ഛൻ ഡയറക്ടർ ആയതുകൊണ്ട് നായകനായതാണ്, അച്ഛൻ്റെ പേര് കളയാനായി വന്നവൻ എന്നൊക്കെ. ആ ചെറുപ്പക്കാരനെ പിന്നീട് ആരും തന്നെ സിനിമയിൽ കണ്ടിട്ടില്ല. ഒരു 7 കൊല്ലം കഴിഞ്ഞ് കേരള കഫേ എന്ന സിനിമയിലൂടെ ഒരു ടെസ്റ്റ് അടിച്ച് അതുവഴി ചാപ്പാക്കുരിശ് എന്ന സിനിമയിലൂടെ ആളുകളുടെ മനസ്സിൽ കയറി. മാത്രമല്ല, സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള സ്റ്റേറ്റ് അവാർഡും സ്വന്തമാക്കി. തൊട്ടടുത്ത വർഷം ഇറങ്ങിയ 22 ഫീമെയിൽ കോട്ടയത്തിലൂടെ ബെസ്റ്റ് ആക്ടർ അവാർഡും ഇദ്ദേഹം കൈയടക്കി. നെടുനീളൻ ഡയലോഗുകൾ പറഞ്ഞ മറ്റു നടന്മാർ തകർക്കുമ്പോഴും പ്രേക്ഷകരെ കോരിത്തരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തന്നെ ധാരാളമായിരുന്നു. ആ കണ്ണുകൾ അന്വേഷിച്ച് പോയ മലയാളികൾ ചെന്നെത്തിയത് 7 കൊല്ലം പുറകിലായിരുന്നു. എല്ലാവരും കളിയാക്കി വിട്ട് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരിലേക്ക് തിരിച്ചുവരവ് എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് അവൻ തിരിച്ചു വന്നിരിക്കുന്നു. കണ്ണുകൊണ്ട് മായാജാലം കാണിക്കുന്ന മാന്ത്രികനായി. മലയാളത്തിൻ്റെ സ്വന്തം ഫാഫ, അതെ, ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു. ഡയമണ്ട് നെക്ലേസ്, ഇന്ത്യൻ പ്രണയകഥ, ആമേൻ, അന്നയും റസൂലും എന്നിങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അലോഷിയും മഹേഷും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു സിനിമയിൽ നിന്ന് അടുത്തതിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് കൂടി വരുന്ന മായാജാലം നമുക്ക് ആ നടനിൽ കാണാൻ സാധിക്കും. പല ഇമോഷനുകളും കൺവേ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തന്നെ ധാരാളമായിരുന്നു. ഓൺ സ്ക്രീനിൽ എന്ന പോലെ ഓഫ് സ്ക്രീനിലും അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അതിന് ഉദാഹരണമാണ് ആ വാക്കുകൾ. അത് ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നു. ഒരു വേദിയിൽ വെച്ച് ആങ്കർ ചോദിക്കും, എന്താണ് ഫഹദ് ഫാസിലിന് ഫാൻസ് അസോസിയേഷൻ ഒന്നുമില്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞു, പിള്ളാരല്ലേ, പഠിക്കേണ്ട സമയമല്ലേ, അവർ പഠിക്കട്ടെ. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ഒരു ഫാൻസ് അസോസിയേഷൻ ഇല്ലാഞ്ഞിട്ടും ഇത്രയും ഫാൻ ബേസ് ഉള്ളൊരു നടനെ സൃഷ്ടിച്ചത്. അന്ന് തകർച്ചയിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹം ഇന്ന് അന്യഭാഷയിലും ശ്രദ്ധ നേടിയിരിക്കുന്നു. ഷമ്മി എന്ന ഒറ്റ കഥാപാത്രം മതി അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് എന്താണെന്ന് മനസ്സിലാക്കാൻ. നിനക്ക് പറ്റില്ല, നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ മാറ്റിപ്പറയിപ്പിച്ച് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിയിട്ട് ഏകദേശം 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഫഹദ് ഫാസിൽ, അതെ, കണ്ണുകൾ കൊണ്ട് മായാജാലം തീർക്കുന്ന മാന്ത്രിക മനുഷ്യൻ. പുള്ളിയുടെ ആദ്യത്തെ സിനിമ തുടങ്ങി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ വരെ കാണുമ്പോൾ മനസ്സിലാകും ആ നടൻ്റെ അഭിനയ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന്. മറ്റ് നടന്മാരെ പോലെ താരജാടയോ താരപ്പകിട്ടോ അല്ലെങ്കിൽ അതിനൊത്ത പ്രഹസനങ്ങളോ ഒന്നും തന്നെ കാണിക്കാതെ വളരെ സ്വാഭാവികമായി അഭിനയിക്കുകയും അതിലേറെ സ്വാഭാവികമായി സാധാ ജനങ്ങളോട് സംസാരിക്കുകയും അവരുടെ ഒപ്പം ഇടപെടുകയും ചെയ്യുന്ന മലയാളികളുടെ സ്വന്തം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസിൽ. ഇന്ന് ഇന്ത്യയിലേക്കും തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാ ഇൻഡസ്ട്രിയും നോക്കിക്കാണുന്ന മലയാളികളുടെ അഭിമാനമായ ഒരു താരം. അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ നമ്മുടെ സ്വന്തം ഫാഫയുടെ വേറിട്ട അഭിനയമായ നിമിഷങ്ങളുമായി അല്ലെങ്കിൽ വേറിട്ട കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഇനിയും ഇവിടെ ഒട്ടേറെ തിയേറ്ററുകളും ജനങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് വേണ്ടിയും കഥാപാത്രങ്ങൾക്കും വേണ്ടിയും നമുക്ക് കാത്തിരിക്കാം. ടാറ്റ, ബൈ ബൈ.